കേരള സർവകലാശാലയിലെ അടിയന്തര സിൻഡിക്കേറ്റ് വിളിക്കണമെന്ന ഇടത് സിൻഡിക്കേറ്റ് അംഗം ജി മുരളീധരൻ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ സിൻഡിക്കേറ്റ് ചേർന്നാലേ നിലപാട് കോടതി അറിയിക്കാനാകൂ. താൽക്കാലിക VC അനധികൃതമായി ഫയലുകൾ വിളിച്ചു വരുത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടുവെന്നും ജി മുരളീധരൻ പറഞ്ഞു. അപ്പോൾ സിൻഡിക്കേറ്റിന്റെ അധികാരം കവർന്നെടുത്തുകൊണ്ടാണ് നിയമവിരുദ്ധമായി നിലവിലുണ്ടായിരുന്ന രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പം സർവകലാശാലയുടെ ഭാഗം കോടതിയെ അറിയിക്കാൻ അടിയന്തരമായി സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്ന് ഞങ്ങൾ നിലവിലുള്ള താൽക്കാലിക വൈസ് ചാൻസലറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. താൽക്കാലിക ചുമതലക്കാരിയായി വന്നിട്ടുള്ള വൈസ് ചാൻസലർ അനധികൃതമായി ഫയലുകൾ ശേഖരിക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ സെക്ഷനുകളിൽ ചെല്ലുക, അവിടെ ഇരിക്കുന്ന ജോലി ചെയ്യുന്ന സെക്ഷൻ ഓഫീസർമാരെ മാറ്റുക, എന്നിട്ട് കമ്പ്യൂട്ടർ ഓൺ ചെയ്യുക, അവരാവശ്യപ്പെടുന്ന ഫയൽ എടുക്കുക, എന്നിട്ട് അത് ഫോട്ടോ എടുത്തുകൊണ്ട് പോവുക. ഈ ഒരു രീതി രാവിലെ ചില സെക്ഷനുകളിൽ ചെന്ന് നടത്തിയതായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. വിജിനുണ്ട് വിവരങ്ങൾ നൽകാനായി. വിജിൻ, താൽക്കാലിക VC സിസ തോമസ് ആണ്. സിസ തോമസിനെയാണ് സിൻഡിക്കേറ്റ് അംഗം ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ അടിയന്തര സിൻഡിക്കേറ്റ് വിളിക്കണമെന്നാണോ ഇടതംഗമായ ജി മുരളീധരന്റെ ആവശ്യം? അദ്ദേഹം പറയുന്ന വിവരം എന്താണ്? അജി, ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി രജിസ്ട്രാറുടെ ഈ സസ്പെൻഷൻ നടപടി പിൻവലിക്കണമെന്ന ഹർജി പരിഗണിച്ചിരുന്നു. പക്ഷേ അത് അടിയന്തരമായി പരിഗണിക്കാൻ കഴിയില്ല, തീരുമാനം എടുക്കാൻ കഴിയില്ല. തിങ്കളാഴ്ച വീണ്ടും വാദം കേൾക്കാം എന്നുള്ളതാണ് നഗരേഷിന്റെ ബെഞ്ച് ഉത്തരവിട്ടത്. എന്തായാലും ഇക്കാര്യത്തിൽ സർവകലാശാലയോടും ഒപ്പം തന്നെ പോലീസിനോടും വിശദീകരണം ചോദിച്ചിട്ടുണ്ട് കോടതി. ഈ വിശദീകരണം നൽകേണ്ടത് സിൻഡിക്കേറ്റ് യോഗം വിളിച്ചാണ്, അല്ലാതെ താൽക്കാലിക വൈസ് ചാൻസലറായ സിസ തോമസ് ഒറ്റയടിക്ക് വിശദീകരണം നൽകാൻ പാടില്ല എന്നുള്ളതാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നിലപാടെന്ന് പറയുന്നത്. അതാണ് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തത്. ഈ താൽക്കാലിക ചുമതലയുള്ള വൈസ് ചാൻസലർ സിസ തോമസ് തന്റെ വിശദീകരണം നൽകാനുള്ള ഫയലുകളാണ് നിലവിൽ വിളിച്ചു വരുത്താനുള്ള നീക്കം നേരിട്ട് നടത്തിയത്. ഇതിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഭാഗത്തുനിന്ന് ഉയരുകയും ചെയ്തു. കാരണം സിസ തോമസിന് വൈസ് ചാൻസലർക്ക് ഒരു ഫയൽ വിളിച്ചു വരുത്തണമെങ്കിൽ അത് രജിസ്ട്രാർ വഴി മാത്രമേ സാധിക്കുള്ളൂ എന്നുള്ളതാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വ്യക്തമാക്കുന്നത്. അല്ലാതെ നേരിട്ട് ഏതെങ്കിലും ഒരു സെക്ഷനിൽ പോയി അവിടുന്ന് ഫയലുകൾ വിളിച്ചു വരുത്താൻ കഴിയില്ല, ഏതെങ്കിലും ജീവനക്കാരെ ഭയപ്പെടുത്തി വിളിച്ചു വരുത്താൻ കഴിയില്ല എന്നുള്ള നിലപാടാണ് നിലവിൽ ഇടതുപക്ഷ അംഗങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ സിൻഡിക്കേറ്റ് യോഗം ചേരണമെന്ന ആവശ്യം സിൻഡിക്കേറ്റ് അംഗങ്ങൾ തന്നെ ഉന്നയിച്ചിരുന്നു. ഇന്ന് വീണ്ടും സിസ തോമസ് താൽക്കാലിക ചുമതലയുള്ള വൈസ് ചാൻസലർ ആയതുകൊണ്ട് തന്നെ വീണ്ടും അവർക്ക് ഈ ഇടത് അംഗങ്ങൾ സിൻഡിക്കേറ്റ് അടിയന്തരമായി വിളിച്ചു ചേർക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് നിലപാട് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വ്യക്തമാക്കിയത്. എന്തായാലും സർവകലാശാല ചട്ടപ്രകാരം രജിസ്ട്രാർക്ക് തെറ്റ് പറ്റിയിട്ടില്ല. രജിസ്ട്രാർ ചെയ്തത് സർവകലാശാല ചട്ടങ്ങൾക്ക് അനുയോജ്യമായ കാര്യമാണ് എന്നുള്ളതാണ് സിൻഡിക്കേറ്റിലെ ഇടതുപക്ഷ അംഗങ്ങളുടെ നിലപാട്. ഒപ്പം തന്നെ കോൺഗ്രസ് അംഗങ്ങളും സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കണമെന്നൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഇന്ന് ഇതുവരെ കോൺഗ്രസ് അംഗങ്ങൾ മറ്റു തരത്തിലുള്ള നിലപാടുകൾ അറിയിച്ചിരുന്നില്ലെങ്കിലും ഇന്നിപ്പോൾ പുതുതായി അവർ കൂടി സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചിട്ടുള്ളത്. പക്ഷേ സിസ തോമസ് എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. നാളെ ഞായറാഴ്ചയാണ്, അതുകൊണ്ട് തന്നെ സിൻഡിക്കേറ്റ് യോഗം ചേരാനുള്ള സാധ്യതയില്ല. തിങ്കളാഴ്ചയാണ് ഹൈക്കോടതിയിൽ സർവകലാശാല വിശദീകരണം നൽകേണ്ടത്. അത് ഏതു തരത്തിൽ നൽകും എന്നുള്ളതാണ് ഇപ്പോൾ അറിയേണ്ടത്. സിൻഡിക്കേറ്റ് വയ്ക്കുന്ന അഡ്വക്കേറ്റ്, അത് സിൻഡിക്കേറ്റിന്റെ അനുമതി കൂടിയാണ് അദ്ദേഹം വിശദീകരണം നൽകുക. പക്ഷേ സിൻഡിക്കേറ്റിന്റെ അഭിഭാഷകൻ കോടതിയിൽ ഹാജരാകില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. സിസ തോമസ് നേരിട്ട് വയ്ക്കുന്ന അഭിഭാഷകനാകും ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കുക. അങ്ങനെയെങ്കിൽ രജിസ്ട്രാർക്കെതിരായ നിലപാടായിരിക്കും സിസ തോമസ് സ്വാഭാവികമായും ഹൈക്കോടതിയിൽ സ്വീകരിക്കാൻ പോകുകയും ചെയ്യുന്നത്. പോലീസും ഇക്കാര്യത്തിൽ റിപ്പോർട്ട് നൽകും. നേരത്തെ രജിസ്ട്രാർ വ്യക്തമാക്കിയ കാര്യമെന്ന് പറയുന്നത് പോലീസാണ് തന്നെ ഈ ഹാളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്, അവിടെ ലോ ആൻഡ് ഓർഡർ പ്രശ്നം സംഭവിക്കുന്നു, ഭാരതാംബ ചിത്രം വെച്ചതുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയരാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് തന്നെ പരിപാടിയിൽ ഇടപെടണം എന്നുള്ളത് ആവശ്യപ്പെട്ടത് പോലീസാണ് എന്നാണ് രജിസ്ട്രാർ വ്യക്തമാക്കിയത്. മറ്റന്നാൾ ഹൈക്കോടതി ചേരുമ്പോൾ ഈ പോലീസ് ഏത് തരത്തിലുള്ള റിപ്പോർട്ട് നൽകും എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും രജിസ്ട്രാറെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് പേരുടെയും